ഇൻസ്റ്റഗ്രാമിൽ കണ്ടതുപോലെ അവർ പറഞ്ഞതുപോലെ 2 ദിർഹംസുമായിട്ട് ഞങ്ങളും പോയി ടീ ജംഗ്ഷനിലോട്ട്. 5 മണിക്ക് സ്റ്റാർട്ടായെങ്കിലും ഞങ്ങൾ അവിടെ എത്താൻ 7 മണിയൊക്കെ ആയി. പോയിട്ട് ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒന്നല്ല രണ്ടല്ല ഒരു 3-4 കല്യാണ വീട്ടിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. 2 ദിർഹംസിന്റെ ഫുഡ് എന്ന് കേട്ടപ്പോൾ എല്ലാ മലയാളികളോ മാത്രമാണോ എന്ന് എനിക്കറിയില്ല, എല്ലാവരും ഓടിയെത്തി. പോകുമ്പോൾ തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ നമ്മൾക്ക് പോകുമ്പോഴേ ഇല്ലായിരുന്നു. നമ്മളത് പറഞ്ഞുകൊണ്ടാണ് പോയത്. പിന്നെ അവിടെ എത്തിയപ്പോൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ചായ പോലും കുടിക്കാൻ പറ്റത്തില്ല. ക്യൂ എന്ന് പറയുന്നത് അമ്മാതിരി ക്യൂ ആണ്. ഞങ്ങളുടെ സൈഡിലുള്ള ആൾക്കാരൊക്കെ ടോക്കൺ വെയിറ്റ് ചെയ്യുന്നത് 300-400 ഒക്കെയാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 280 ആയിരുന്നു ടോക്കൺ വിളിച്ചിട്ടുള്ളത്. ഇനിയും ടോക്കൺ എടുക്കാൻ ഒരുപാട് ആൾക്കാർ ക്യൂവിലുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള മന്തി റെസ്റ്റോറൻറ്റിൽ പോയി. മന്തി കഴിക്കാൻ പോയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല വിശാലമായിട്ട് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാം. പിന്നെ ഈ കുട്ടി പട്ടാളങ്ങൾ അവിടെ ഇരുന്ന് കളിച്ചോളും. ഫുഡ് വരുന്നത് വരെ ഇവിടെ ഈ കുട്ടിപ്പട്ടാളത്തിന്റെ തലകുത്തി മറിയലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കുട്ടീസിന്റെ തലകുത്തി മറിയലൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മന്തി ഇവിടെ എത്തി. മന്തിയൊക്കെ കഴിച്ച് ലാസ്റ്റ് 2 സ്വീറ്റ്സും നമ്മൾ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചിട്ട് ലാവിഷായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളെപ്പോലെ വീഡിയോ കണ്ടിട്ട് 2 ദിർഹംസും കൊണ്ടുപോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാതെ വേറെ ഹോട്ടലിലേക്ക് പോയിട്ട് ഫുഡ് കഴിച്ച ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ ഒന്ന് അറിയാൻ എത്ര പേരുണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ടാറ്റാ ബൈ ബൈ ഗൈസ്. അതിനെ കൊടുക്കാം.